ന്യൂനപക്ഷം ഭയക്കണമെന്നാണ് ചോദ്യം. ജിമ്മി, ഒരുപക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം അരക്ഷിതാവസ്ഥയിലായൊരു കാലമില്ല എന്ന് തന്നെയാണ് പല ന്യൂനപക്ഷ സംഘടനകളും പറയുന്നത്. പക്ഷേ അപ്പോഴും ബി ജെ പിക്കെതിരെ ലെജിറ്റിമൈസ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം നമ്മളത് കണ്ടതുമാണ്. ജോർജ് കുര്യൻ മന്ത്രിയാവുന്നതോടുകൂടി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഇതാ മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ വരുന്നുവെന്ന പ്രതീതി ഉണ്ടാവുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണോ? ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണോ? അവർക്ക് ഭീഷണിയുണ്ടോ? ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ ത്ലാപ്പിട്ട് കയറാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലല്ലോ. ഛത്തീസ്ഗഡിൽ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് അവിടുത്തെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ, അവിടെ മതപരിവർത്തനമെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക. അതേസമയം കേരളത്തിലെ ബി ജെ പിക്ക് ക്രിസ്ത്യാനികളില്ലാതെ പറ്റുകയുമില്ല. ഒരിടത്ത് തെങ്ങാണ്, ഒരിടത്ത് കവുങ്ങാണ്. ബി ജെ പിയുടെ കയ്യിലാണെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരൊറ്റ തളാപ്പേ ഉള്ളൂ. ഇതെന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യത്തെ 4 ദിവസം ഛത്തീസ്ഗഡ് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം അടക്കം ഒരു നാടകം കളിച്ചു. കന്യാസ്ത്രീകളെ പിടിച്ചകത്തിടുന്നു, അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു, വീണ്ടും കോടതിയിൽ പോകുമ്പോൾ അവിടെയും സർക്കാർ എതിരെ നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു 4 ദിവസം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇവർ മതപരിവർത്തനത്തിന് വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. 4 ദിവസം കഴിയുമ്പോൾ അമിത്ഷാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് NIA കോടതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് UDF MP മാരെ അറിയിക്കുകയാണ്. BJP MP മാരെ പോലും അല്ല, UDF MP മാരെ അറിയിക്കുകയാണ്. ഇനി അടുത്ത 4 ദിവസം കേരള BJPക്ക് വേണ്ടി ദേശീയ നേതൃത്വം കളിക്കാൻ പോവുകയാണ്. തെങ്ങിൽ നിന്നിറങ്ങി ഇനി കവുങ്ങി കയറാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കേസ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ബി ജെ പി ഭരിക്കുന്ന ഝാർഖണ്ഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിലെ സർക്കാർ. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാമ്യം കിട്ടും, പക്ഷേ കേസ് അവിടെ തന്നെ നിൽക്കും. കേസിൻ്റെ മുഴുവൻ നൂലാമാലകൾക്കും ഈ കന്യാസ്ത്രീമാരും അതിൻ്റെ കൂടെയുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ തന്നെ പോകും. പക്ഷേ തൽക്കാലത്തേക്ക് കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നതോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കാം എന്നാണ് BJP കരുതുന്നത്. അങ്ങനെ തെങ്ങും കവുങ്ങുമായി മാറി കയറാനുള്ള ഒരു മനോഹരമായ പദ്ധതിയാണ് ഇപ്പോൾ ആലോചിച്ച് വച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴാണ് നിങ്ങൾ അരക്ഷിതരായി തുടരുമോ, അതോ ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പേടി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്ലാൻ കേരളത്തിലെ എന്തായിരുന്നു? 46-48% ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് വന്നാൽ. അങ്ങനെയുള്ളപ്പോൾ ഒരു കാരണവശാലും BJPക്ക് കേരളം പിടിക്കാനാവില്ല എന്നുള്ളത് അറിയാമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. എന്നിട്ടും ഇത്രയും വർഷം ത്ലാപ്പ് കിട്ടിയിട്ടും പിടിച്ചെടുക്കാൻ പറ്റിയില്ല കേരളം. അപ്പോൾ ആ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടായി പകുക്കാനുള്ള ഒരു സോഷ്യൽ പ്ലാൻ 10-12 വർഷമായി നടത്തി. അതിൻ്റെ പേരിലാണ് ലവ് ജിഹാദ് വന്നത്, നാർക്കോട്ടിക് ജിഹാദ്, ഒരുപാട് കഥകൾ വന്നു. അവസാനം ഒരു 2017, 18, 20 ആകുമ്പോഴേക്കും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്യമായി തെറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും കത്തോലിക്ക ബിഷപ്പുമാർ പോലും നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും ലവ് ജിഹാദ് ഉണ്ടെന്നും പറയുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലെങ്കിലും അവരുടെ ആളുകൾ തന്നെ നിയന്ത്രിക്കുന്ന ചാനൽ, അവരുടെ ആളുകൾ തന്നെ നിയന്ത്രിക്കുന്ന സംഘടന, അതൊക്കെ പരസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ ദിവസവും വിഷം തുപ്പുന്നതായി നമ്മൾ കണ്ടു. അങ്ങനെ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിച്ച ഒരു ഘട്ടത്തിലാണ് ഈ കന്യാസ്ത്രീകളുടെ ജയിൽവാസം നടക്കുന്നത്. ചരിത്ര മുഹൂർത്തമാണെന്നറിയണം. കാരണം സംസ്ഥാന തിരഞ്ഞെടുപ്പിലേക്ക് ഇനി വെറും 8 മാസമേ ഉള്ളൂ. ആ സമയത്താണ്, ആ കറക്റ്റ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് BJP വീണ്ടും അവരുടെ പ്ലാനിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ബിഷപ്പുമാർ, ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ അവർ ഈ പ്ലാൻ്റെ കൂടെ ഇനിയും തിരിച്ചു പോകുമോ? അതോ എന്താണ് യഥാർത്ഥത്തിൽ BJP എന്നും എന്താണ് യഥാർത്ഥത്തിൽ RSS എന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഘപരിവാരമെന്നും നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചത്, എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളും ലവ് ജിഹാദിസ്റ്റുകളും നാർക്കോട്ടിക് ജിഹാദിസ്റ്റുകളുമാക്കി നിങ്ങൾ കുറ്റപ്പെടുത്തിയത്, അത് നിങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണെന്ന് കൂടി കേരളത്തിലെ കത്തോലിക്കർ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഓർക്കണം. അവിടെ നിന്നാണ് ഇനി നിങ്ങളുടെ ഭാവി എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ BJPക്ക് ഇങ്ങനെ ഒരു മുസ്ലിങ്ങൾക്ക് മാറ്റി നിർത്തി ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാർഖണ്ഡ് സ്ഥലത്ത് നിന്നുള്ള ജാർഖണ്ഡിലെ സർക്കാരോ
BJP ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഛത്തീസ്ഗഡ് ഇടയ്ക്കിടയ്ക്ക് തെറ്റി പോകുന്നില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ശ്രമിക്കില്ല. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് തൽക്കാലം രക്ഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയും. BJP ചിലപ്പോൾ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു മാറാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും? ഇനിയെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ശത്രു എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താലാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാനാവുക. ദേശീയ തലത്തിൽ കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇപ്പോഴാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വളരെ മുമ്പേ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ തുടരും. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിസ്സഹായരായ മനുഷ്യരാണ് മുഴുവൻ. അത് BJP മാത്രമല്ല, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ വല്ലാതെ തത്രപ്പാട് കാണിച്ച കോൺഗ്രസും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ കളി വേറെയാണ്. പക്ഷേ കേരളത്തിലെങ്കിലും ഇന്നത്തെ ഈ സംഭവം കന്യാസ്ത്രീകൾ ജയിലിലായി 7ാം ദിവസത്തിലേക്ക് കടക്കുന്ന മുഹൂർത്തം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പരസ്പരം ന്യൂനപക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൂരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറാനുള്ള ഒരു വേക്കപ്പ് കോളാണിത്. അവിടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം വളരെ വലിയ സ്വത്തിൻ്റെ ക്രയവിക്രയങ്ങളുടെ കഥ കൂടി പറഞ്ഞിട്ട് പോകണം. കേരളത്തിലെ കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഭൂമി കുംഭകോണമായിരുന്നു. 90 കോടിയുടെ ഭൂമി കുംഭകോണം. ആ കേസ് എന്തായി? ആ കേസിൽ ഇൻകം ടാക്സ് ആണ് ആദ്യം കേസെടുത്തത്. 4 തവണ ഒരു സഭാ അധ്യക്ഷനെ ചോദ്യം ചെയ്തു, കോൾ ഫ്രീസറിലായി. അതിനുശേഷം ED കേസെടുത്തു. ED കേസെടുത്തത് പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എറണാകുളത്തുള്ളതാണ്. അദ്ദേഹം കൊടുത്ത പരാതിയാണ്. ഈ പാപ്പച്ചനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പാപ്പച്ചനെ 8 ദിവസം ED ചോദ്യം ചെയ്തു, വാദിയെ ചോദ്യം ചെയ്തു. പിന്നെ വലിയ ബഹളമായപ്പോൾ അയാളെ വിട്ടു. ഇപ്പോൾ ആ കേസ് കോൾ ഫ്രീസറിലാണ്. ഇങ്ങനെ നമുക്കറിയാവുന്ന കേസ്, നമുക്കറിഞ്ഞുകൂടാത്ത എത്രയോ കടലാസുകൾ ഡെമോക്രസീസിൻ്റെ വാള് പോലെ BJP പലയിടത്തായി, കേന്ദ്ര സർക്കാർ പലയിടത്തായി തൂക്കി ഇട്ടിട്ടുണ്ട്. ആ വാളുകളെ കൂടി മറികടന്നിട്ട് വേണം സഭാ നേതൃത്വത്തിനും സഭാപിതാക്കന്മാർക്കും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ. ചരിത്രം നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഒരു നിർണായക മുഹൂർത്തമാണ്. നിങ്ങൾക്കുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇവിടെ സമുദായത്തിന് വേണ്ടി നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടെയുള്ള മുസ്ലിം സഹോദരനെ കൂടി ചേർത്ത് പിടിക്കേണ്ട മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ പോകട്ടെ. എപ്പോഴും പറയും, ഈ പരാജയത്തിന് കൊല്ലാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളെ ഭയം പരാജയപ്പെടുത്തും. ഭയത്തിന് കൊല്ലാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ സ്വപ്നങ്ങളെ സംശയം പരാജയപ്പെടുത്തും. ആ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് കേരളത്തിലെ 2 ന്യൂനപക്ഷ സമുദായങ്ങളും മാറേണ്ട സമയമാണ്. അതാണ് ഈ മുഹൂർത്തം ആവശ്യപ്പെടുന്നത്. Meet the editors.